അസ്സലാമലൈക്കും. ഇത് ഞാൻ ബറാത്ത് രാവിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ബറാത്ത് രാവിന് നമ്മൾ സ്വീറ്റൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം നമ്മളിവിടെ ചക്കര ചോറ് വെച്ച് ആരും കഴിക്കില്ല കേട്ടോ. അപ്പം ഞാൻ ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇലയട ആകുമ്പോൾ എല്ലാവരും കഴിക്കുക ഇഷ്ടമാണ് എല്ലാവർക്കും ഇവിടെ. അപ്പം ഞാൻ അരിപ്പൊടിയും കൊണ്ടാണ് എപ്പോഴും ഇലയട ഉണ്ടാക്കാറ്. അപ്പം ഇന്നൊരു വെറൈറ്റി പിടിച്ചാണ് കേട്ടോ. അപ്പോൾ കോറപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയുണ്ട്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പം ഞാൻ ഇത് ബറാത്ത് രാവിലെ അന്ന് എടുത്ത വീഡിയോ ആണ്. ഇടാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പ്രശ്നങ്ങളും ഓരോ എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സോൾവ് ആയി അതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ റെഡിയാക്കി ഇലയുടെയൊക്കെ ഒക്കെ ശരിയാക്കിയിട്ട് ഞാൻ അടുപ്പത്ത് വേവിക്കാൻ വെച്ചു. പിന്നെ ഇതാ 4 മണിക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതാ മോളും വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ പഴംപൊരി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. അവർക്കൊക്കെ ഇഷ്ടമാണ് പഴംപൊരി. അപ്പോൾ പിന്നെ പഴംപൊരി ഉണ്ടാക്കാറുണ്ട്. ഞാനതൊക്കെ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുള്ളതൊക്കെ റെഡിയാക്കി. അപ്പോൾ പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ മൊത്തം ബ്ലോക്കായി പോയി. അതിൻ്റെ മോള് വന്നിട്ട് ഒക്കെ ശരിയാക്കി തന്നപ്പോൾ ക്ലിയറായി. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെയാണ് ഓരോ പ്രോബ്ലംസും ഓരോ ഇതൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു മോളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എനിക്ക് വിടാനും തോന്നുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് യൂട്യൂബ് ചാനലിൽ ഓരോ വീഡിയോസൊക്കെ എല്ലാവരുടെ വീഡിയോസ് ഞാൻ ഇരുന്ന് കാണട്ടെ. എനിക്കും വട്ടായി പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ വിട്ടു കൊടുത്തില്ല. പിന്നെ ഞാനിത് എപ്പോഴും ഓരോ വീഡിയോസ് എടുത്തിട്ട് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഇടയിൽ കൂടെ റീനു വന്ന് പഴമൊക്കെ എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അവനിതാ ഇലയട ഉണ്ടായപ്പോൾ വേവിച്ചപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് എടുത്ത് നോക്കി. പക്ഷെ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതെടുത്ത് അടുപ്പിൽ വെച്ചിട്ട് പിന്നെ ഇതാ പഴംപൊരിയൊക്കെ ഓരോന്നായി ചുട്ടെടുത്ത് പിന്നെ ചായക്കുള്ള പാലൊക്കെ റെഡിയാക്കി പിന്നെ ചായയൊക്കെ ആയി. പിന്നെ മോളും ഞങ്ങളെല്ലാവരും കൂടെ പഴംപൊരിയും ചായയൊക്കെ കഴിച്ചു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായ എന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.